അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് റിലേറ്റീവ് റെഫറൻസ് എന്താണെന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റെഫറൻസ് ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുവാണ്. ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഇത്രയും ഭാഗത്ത് ഒരുമിച്ച് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു, Ctrl+C എടുക്കുന്നു, അതിനുശേഷം ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുവാണ്, Ctrl+V. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ റിലേറ്റീവ് റെഫറൻസ് ഉള്ളതുകൊണ്ട് ഈ ഫോർമുലകളൊക്കെ സഹിതമാണ് ഈ പോന്നേക്കുന്നത്. കണ്ടോ, എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എല്ലാം ഫോർമുല കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കോപ്പി ചെയ്ത സെല്ലുകളിലും എന്തുണ്ട്, ഫോർമുലകളുണ്ട്. നിങ്ങൾ ഫോർമുല കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി നോക്കിയാൽ മതി, ഇവിടെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് റെഫറൻസാണ്. അപ്പോൾ ഞാൻ അതിന് ഒരു ഇവിടെ ഒരു കോളം ആഡ് ചെയ്യാണ്. ഞാൻ ഇനി സ്റ്റുഡൻസിൻ്റെ പേഴ്സൻറ്റേജ് ഇവിടെ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം പെർസെൻറ്റേജ് എന്നൊരു കോളം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെയാണ് എനിക്ക് പെർസെൻറ്റേജ് വേണ്ടത്. അപ്പം ഇതാണ് ടോട്ടൽ മാർക്ക് 230. അപ്പം 3 സബ്ജക്റ്റിൻ്റെ ആണല്ലോ. അപ്പം നമുക്ക് മൊത്തം മാർക്ക് വരുന്നത് 3 സബ്ജക്റ്റ് ആകുമ്പോൾ 100ലാണ് മാർക്ക് കിട്ടുക. അപ്പോൾ 100, 200, 300. അപ്പം ഞാനിവിടെ 300 എന്ന് എഴുതുന്നു. ഇതാണ് നമ്മുടെ ടോട്ടൽ. ഓക്കെ, അതിൽ സംശയമില്ല. അപ്പം നമുക്കിവിടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. 230 ടോട്ടൽ കിട്ടിയേക്കുന്ന മാർക്ക്. അപ്പം 300ൽ 230 എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഈസ് ഈക്വൽ ടു ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. 230 അതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മാർക്ക്, ഡിവൈഡഡ് ബൈ, അതുകൊണ്ട് നമ്മൾ ഈ സ്ലാഷ് ഇടുന്നു. ടോട്ടൽ മാർക്ക് എത്രയാണ്, 300. അപ്പോൾ ഞാൻ ഈ സെല്ലിനെ റെഫർ ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ K4 എന്ന് പറയുമ്പോൾ ഇത്, പിന്നെ G11 എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, കാരണം 11 ഇവിടെയുണ്ട്, നമുക്കറിയാവുന്ന പോലെ G ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെല്ലിനെ റെഫർ ചെയ്തേക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ K4 ഡിവൈഡഡ് ബൈ G11 എന്നിട്ട് ഇൻറ്റു 100, അതാണല്ലോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് 76.66% പെർസെൻറ്റേജ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടി 230 ടോട്ടൽ മാർക്ക്. ഔട്ട് ഓഫ് 300ൽ അത് 76% ആണ്. അപ്പം നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഇനി നമ്മൾ ഈ ഫോർമുലയെ Ctrl+C എടുത്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാം. കാരണം എനിക്ക് അടുത്ത അനൂപ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെയും കണ്ടുപിടിക്കണം. Ctrl+V അടിച്ചാൽ സംഭവിച്ചത് കണ്ടോ, ഒരു എററാണ് വന്നേക്കുന്നത്. #div/0 ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വന്നിട്ടുണ്ട്. ഇതെന്നാന്ന് നമ്മൾ പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രശ്നം പറ്റിയേക്കുന്ന എന്താണ്, നമ്മളിനി ഒന്ന് ഡിഗ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും K5 എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ നമുക്കറിയേണ്ടത് G12 ആണ്. G നമുക്ക് കിട്ടി. ഓക്കെ, 12 എന്ന് പറയുന്നത് ഈ സെല്ലിലേക്കാണ് റെഫർ ചെയ്യുന്നത്. അതാണ് നമ്മളുടെ പ്രശ്നം. അപ്പം നമ്മൾ ഈ സെല്ലിൽ വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു, ഇവിടെ എറർ വന്നേക്കുന്നു. നമുക്ക് വേണ്ടിയിരുന്ന ഏത് സെല്ലാണ്, വേണ്ടിയിരുന്നത് ഈ 300 എന്ന് പറയുന്ന ഈ സെല്ലാണ്. അപ്പോൾ എന്താ കുഴപ്പം, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ റിലേറ്റീവ് റെഫറൻസിലാണ് ഈ ഫോർമുല കോപ്പി ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഫോർമുല നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്തപ്പോഴത്തേക്ക് ഇത് പറയുകയാണ്, ഈ വാല്യൂവിനെ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യണം, ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ കോപ്പി ചെയ്തപ്പോഴത്തേക്ക് ഈ വാല്യൂവിനെ ഇത് എന്ന് പറയാൻ അതിനറിയത്തില്ല, അത് ഒരു സ്റ്റെപ്പ് എടുത്ത് താഴോട്ട് പോയി, കാരണം റിലേറ്റീവ് ആണല്ലോ. അതായത് ഇനി എന്തേലും കോപ്പി ചെയ്താലും നിങ്ങൾ നോക്കിക്കോ, Ctrl+C Ctrl+V അടിച്ചാലും ഇവിടെ Ctrl+V അടിച്ചാലും ഇവിടെ Ctrl+V അടിച്ചാലും നമുക്ക് എററേ കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോർമുല റെഫർ ചെയ്തേക്കുന്ന ഈ സെല്ല് ബ്ലാങ്ക് ആണ്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ റിലേറ്റീവ് റെഫറൻസ് ആയതുകൊണ്ട് എപ്പോഴും ഓരോ സെല്ല് ചാടി പോകും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെ ഇതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പറയുന്നു, അടുത്തതിൽ ഇതിനെ ഇതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാനാണ് പറയുന്നത്. അതാണ് റിലേറ്റീവ് റെഫറൻസിൻ്റെ ഒരു കുഴപ്പം. ഓരോ ഒരു സെല്ല് മുമ്പോട്ട് ഒരു സെല്ല് പുറകോട്ട് നമ്മൾ കൊടുക്കുന്നത് പോലെ അത് ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയോ, ഞാൻ പറയുകയാണ് 230 ഇൻറ്റു G11 എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, G11, ഈ G11 എനിക്ക് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. അതാണ് അബ്സല്യൂട്ട് റെഫറൻസ്. അത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണമെങ്കിൽ ഞാൻ ഈ G11ൻ്റെ ഇവിടെ ആദ്യം വന്ന് ഒരു $സിംബൽ ആദ്യം കൊടുക്കണം.
ഓക്കെ. പിന്നെ ജിക്ക് ശേഷവും ഒരു ഡോളർ സിമ്പിൾ കൊടുത്താൽ അത് അബ്സല്യൂട്ട് റെഫറൻസായി മാറും. ഇനി എൻ്റർ അടിച്ചിട്ട് ഞാൻ ഈ ഫോർമുല താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. ഇതേ കിട്ടി. കാരണം എന്താ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ K5 എന്ന് പറയുന്ന ഈ സെല്ലാണ്. G11 തന്നെ എടുത്തു. കാരണം ഇത് അബ്സല്യൂട്ട് റെഫറൻസ്, ഇത് കോൺസ്റ്റൻ്റ് ആക്കി നമ്മൾ കൊടുത്തു. അടുത്തതിലും നിങ്ങൾ നോക്കിയോ, ഇതെടുത്തു K4, അത് റിലേറ്റീവ് റെഫറൻസ് ആയിട്ട് തന്നെ ഓരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് അബ്സല്യൂട്ട് റെഫറൻസ് ആയതുകൊണ്ട് G11 തന്നെ എടുത്തു. അടുത്തതിലും ഇത് റിലേറ്റീവ് റെഫറൻസ് ആണ്, അതുകൊണ്ട് K7 തന്നെ വന്നു. പക്ഷേ ഇത് അബ്സല്യൂട്ട് റെഫറൻസ് ആയതുകൊണ്ട് അതിനെ തന്നെ എടുത്തു. ഇവിടെയും അത് തന്നെ, ഇത് റിലേറ്റീവ് ആയതുകൊണ്ട് അടുത്തതിലേക്ക് തന്നെ എടുത്തു. പക്ഷേ ഇവിടെ അബ്സല്യൂട്ട് ആയതുകൊണ്ട് അത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെല്ലിനെ റെഫർ ചെയ്യുമ്പം അതിനെ അബ്സല്യൂട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ $2 കൊടുക്കണം. ഇതൊരു മെത്തേഡ്. ഇനി ഇത് ഡിലീറ്റ് ചെയ്യുവാണ് ഞാൻ. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഡോളർ സിമ്പിൾ കളയുക. എന്തിനാണ് കളയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെല്ലിനെ നിങ്ങൾക്ക് അബ്സല്യൂട്ട് റെഫറൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്, ഈ സെല്ല് അല്ലെങ്കിൽ ഈ G11 ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലെ F4 പ്രസ് ചെയ്താലും ഈ $2 സിമ്പിൾ തന്നെ വരും. അല്ലെങ്കിൽ അതിനെ അബ്സല്യൂട്ട് ആക്കി നിർത്താൻ പറ്റും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ പറ്റും. F4 പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ ഫോർമുല നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് റെഫറൻസ് ബേസിക്കലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സെല്ല് കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ റെഫറൻസുകളും റിലേറ്റീവായിട്ട് കോപ്പി ആകും. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റീവ്ലി ഒരു സെല്ലിനെ റിലേഷൻ കൊടുത്ത് കാണിക്കേണ്ട, അതിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ F4 പ്രസ് ചെയ്തതിനെ അബ്സല്യൂട്ടാക്കി മാറ്റും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഇതിനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു.